ക്യാൻസർ ആയിരുന്നു. ഞാൻ ആദ്യം നമ്മുടെ അമൃത ഹോസ്പിറ്റലിലാണ് ചെക്കപ്പ് നടത്തിയത്. അതിന് മുൻപ് തന്നെ 2016 എൻ്റെ പ്രസ് നീക്കം ചെയ്തതാണ്. 2011 എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് നീക്കം ചെയ്തതാണ്. 2021 എനിക്ക് ക്യാൻസർ ആണെന്ന് അമൃതയിൽ ചെക്കപ്പ് ചെയ്ത് പറഞ്ഞത്. അത് വളരെ ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. കാരണം എനിക്ക് ബാഗാണ് ഞാൻ കൂടെ ബാഗ് കിട്ടിയിരുന്നേ. ഈ ബാഗ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ജോലി ഞാൻ എടുക്കാത്ത ജോലിയൊന്നുമില്ല. എല്ലാ ജോലി ചെയ്യുന്നു. പെയിൻ്റടിക്കണോ, കിളക്കണോ, വീട്ടിൽ ജോലി ചെയ്യണോ. ഒരു ദിവസം ഞാനൊരു ടൈലറിംഗ് ഷോപ്പിൽ നടത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തു. എല്ലാവരും വിചാരിക്കുന്നത് ബാഗ് സ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മളതോട് തീർന്നു, നമ്മുടെ ലൈഫ് തീർന്നു. ഞാൻ ആദ്യം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൽ നിന്നും എനിക്ക് ഇതേപോലെ കുറേ ബലം, എൻ്റെ കൂട്ടുകാരുടെ കുറേ സപ്പോർട്ട്, എൻ്റെ വീട്ടുകാരുടെ കുറേ സപ്പോർട്ട് കൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു. തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാത്ത ജോലികളുണ്ട്. ഞാൻ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നത്. ഞാൻ കാനഡയിൽ 2-3 വർഷം കാനഡയിലായിരുന്നു. അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. 9 മണിക്കൂറിൽ 2 ദിവസം അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും അത്രയൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ചു. പല പല ഫ്ലൈറ്റുകൾ കയറിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരെയൊക്കെ അറിയാൻ പറ്റും. അതിന് ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ ഞാൻ തരണം ചെയ്ത് പോകുന്നു. എനിക്ക് ഓരോ യാത്രകൾ എനിക്ക് ഓരോ കോൺഫിഡൻസാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ രാവിലെ എത്ര ബുദ്ധിമുട്ടിയിട്ട് വേണം ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടെന്ന്. കാരണം അത്ര ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്നാലും ഞാൻ ഒന്നിനും പിന്മാറാറില്ല. അപ്പം നമ്മുടെ മനസ്സാണ് നമ്മളെ നടത്തുന്നത്. അല്ലാണ്ട് നമ്മൾ വയ്യ ഞാനിതോട് പോയി എന്ന് നമ്മൾ വിചാരിച്ചാൽ തീർന്നു. നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കണം നമ്മൾ തളരണമെന്ന്. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ശക്തിഭേദമായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാം അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ കൂട്ടായ്മ എനിക്കിപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ അതിജീവനിൽ എപ്പോഴും നമ്മൾ കുറേ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് തിരക്കുകൊണ്ട് എപ്പോഴും കയറാൻ സാധിക്കില്ല. എന്നാലും ഞാൻ വോയിസൊക്കെ കേൾക്കുന്നുണ്ട്. പറ്റുന്നത്ര കഴിയുന്നത്ര എല്ലാത്തിനും സഹകരിച്ച് പോകാനായിട്ട് ഞാൻ തയ്യാറാണ്.